അപ്പോൾ എന്തുകൊണ്ടായിരിക്കും സ്വന്തം രാജ്യത്തിന് വേണ്ടി ഒരു നിലപാടും മറ്റുള്ള രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പ്രതിപക്ഷം വേറൊരു നിലപാടും എടുക്കുന്നത്? തികച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം. പക്ഷേ നമ്മുടെ സ്വന്തം രാജ്യത്തൊരു പ്രശ്നം വരുമ്പോൾ രാഷ്ട്രീയ ഭേദമെന്നില്ലാതെ നമ്മുടെ നാടിന് വേണ്ടിയിട്ടല്ലേ അവർ നിൽക്കുന്നത്? അതാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇത് തികച്ചും രാഷ്ട്രീയപരമായിട്ട് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും ഒരു നേട്ടം അവർക്ക് അതിന് പിന്നിൽ ഉണ്ടായിരിക്കാം. ഈ നിലവിലുള്ള യുദ്ധത്തിലേക്കാണ് ഇവർ കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു ചിന്താഗതി, ഈ ഗവൺമെൻറ്റാണ് ഈ യുദ്ധത്തിലേക്ക് നയിച്ചത് എന്നുള്ളൊരു ചിന്താഗതി ജനങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കാം. ഇതൊന്നും നമ്മുടെ ആൾക്കാരും ഒന്നും മുമ്പോട്ട് ഒന്നിനും ഇറങ്ങുന്നില്ല. ഒന്നാമത്തെ കാര്യം നമ്മുടെ കേരളീയർ ആരും ഇറങ്ങുന്നില്ല. ഇന്ത്യയിലുള്ളവർ നമുക്ക് ഇങ്ങനെ ഓരോ രാജ്യങ്ങളിൽ ഇങ്ങനെ ഓരോ ഭീകരമായ ഓരോ സംഭവങ്ങൾ നടക്കുന്ന സമയങ്ങളിലൊന്നും നമ്മളാരും പ്രതികരിക്കുന്നില്ല അതിന് വേണ്ടിയിട്ട്. നമ്മുടെ ഇന്ത്യയിലൊരു സംഭവം നടക്കുമ്പോൾ ഇന്ത്യയോടൊപ്പം അല്ലേ നിൽക്കണം. തീർച്ചയായിട്ടും അത് നിൽക്കണം. അതാണ് ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് അല്ല, ഇപ്പൊ നിലപാടെടുത്തല്ലോ. ഇപ്പൊ ഇന്ത്യ ഒറ്റക്കെട്ടായി നിന്നല്ലോ. ഇപ്പൊ ഭീകരാക്രമണത്തിനെതിരെ അത് അവർക്ക് അതിനുള്ള ഇത് കിട്ടിക്കാണൂല, എങ്ങനെയാണ് ഇത് പ്രതികരിക്കണം എന്നുള്ള. ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കാനല്ലോ ഇന്ത്യയെ സപ്പോർട്ട്. ഇന്ത്യയിൽ എങ്ങനെ സംഭവിച്ചപ്പോൾ പ്രതിപക്ഷത്തിന് യാതൊരു ഇതുമില്ലെന്നു. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലിത് വേറൊരു കോമൺ ആയിട്ടുള്ള കാര്യമല്ലല്ലോ. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ സാർ, മറ്റുള്ള രാജ്യങ്ങളിൽ ഈ യുദ്ധങ്ങൾ നടക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കും അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്രതിഷേധ പരിപാടികൾ നടത്തുന്നത്? അത് ശരിയാണ്, അതൊരു പോയിന്റാണ്. അതെ, അത് ശരിയാണ്. ചിലപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിലാകുമ്പോൾ അവർക്ക് എന്തെങ്കിലും മുതലെടുപ്പുണ്ടായിരിക്കാം. പ്രതിപക്ഷത്തിൻ്റെ നിലപാട് ഇപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ വന്നിട്ടില്ലല്ലോ. വന്നിട്ടുണ്ടോ? ഇല്ല. അത് എന്തുകൊണ്ടാണെന്ന് ഈ സമയത്ത് പ്രതികരിക്കത്തില്ല. അത് കഴിയുമ്പോഴേക്കും വരും. ഈ ഭരണപക്ഷത്തോട് നിൽക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് അവർ നിറവേറ്റുന്നത്. വോട്ട് ബാങ്ക് തന്നെയാണ്. വോട്ട് ബാങ്ക് തന്നെയാവും. വോട്ട് ബാങ്ക് സ്പ്ലിറ്റായി അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ പാകിസ്ഥാന് സപ്പോർട്ട് ചെയ്ത് അങ്ങനെ നിൽക്കേണ്ട കാര്യം നമുക്കില്ല. ഇന്ത്യയുടെ അടിസ്ഥാനം വെച്ച് നോക്കുക.